പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇനി വേണ്ടെന്ന് പറഞ്ഞു. നമുക്കാലം ഭേദമായി. നീ കുറച്ച് വിശ്രമമേ വേണ്ടൂ. അതേതായാലും ആശുപത്രിയിലെ കഷായത്തിൻ്റെയും മരുന്നിൻ്റെ ഇടയ്ക്ക് വേണ്ടെന്ന് ഞാനാ നിർബന്ധിച്ചേ. ഇവിടെ ആകുമ്പോൾ നമ്മുടെ വീടല്ലേ. എനിക്കും അതായിരുന്നു ആശ, ഇവിടെ കിടന്ന് മരിക്കണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു കടം ബാക്കിയുണ്ട്. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഞാൻ അച്ഛനെ വിളിപ്പിക്കാം. അച്ഛന്റെ മുമ്പിലല്ല, ഇവിടെ. എൽസമ്മ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു നിൽക്കായിരുന്നു. എനിക്കത് എന്നോട് പറയാമായിരുന്നു. ഒഴുങ്ങിയതാ പലവട്ടം, കഴിഞ്ഞില്ല. തടഞ്ഞ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് തേങ്ങിയപ്പോ പതറിപ്പോയി. ഞാൻ നൊന്തു പറ്റതല്ലേ. എൽസമ്മ കാണണോ തനിക്ക്? അവളെ വരുത്തണോ? ഒരാഗ്രഹവും നടക്കാണ്ട് പോകരുത്. ഇന്നലെ തന്നെ ഞാൻ അവക്ക് എഴുതി. കത്ത് കിട്ടാൻ താമസിച്ചെങ്കിലോന്ന് കരുതി ജോയിക്കുട്ടിയോട് പറഞ്ഞ് ടെലഗ്രാം വേറെ അടുപ്പിച്ചിട്ടുണ്ട്. പല്ല് തേച്ച് കാപ്പുടിക്കാം. നീ വിഷമിക്കണ്ട. ഇന്നോ നാളെയോ അവളിങ്ങെത്തും. എഴുന്നേറ്റേ. അന്നകുട്ടി, അന്നകുട്ടി, അന്നകുട്ടിയെ. കുഞ്ഞാളോട് തീരുവാനും അവരോടൊന്നിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുവാനും ഇവർക്ക് യോഗ്യത നൽകണമേ. തന്റെ പ്രത്യക്ഷതയെങ്കിൽ തന്റെ ആത്മാവിനെ അയക്കുകയും തന്റെ വരവെങ്കിൽ ഭൂമത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ മറുത ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽ കബറക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം അവരെ മഹത്വം ധരിപ്പിക്കുകയും തന്റെ കൃപയാൽ അവരെ മരണമില്ലായ്മ അണിയിക്കുകയും തന്റെ ഉന്നതരായത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭ അവരിൽ ഉദിപ്പിക്കുകയും തന്റെ മുഖപ്രകാശത്താൽ അവരെ സന്തോഷിപ്പിക്കുകയും ശുശ്രൂഷയുടെ മൂന്നാം ഭാഗം അതേ കഴിയാൻ പോകണം. തന്റെ ദാസിയുടെ ശവസംസ്കാരം മദ്രാസിൽ നിന്ന് വരാനുള്ള ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞു. നേരത്തോട് നേരം കഴിഞ്ഞ് ഇപ്പൊ തന്നെ. വൈകണ്ട, എടുക്കാം. മുഖശ്ശീല ഇടുന്നതിന് മുമ്പ് അന്തിമുമ്പനം നൽകേണ്ടവർ ആരാണെന്ന് വെച്ചാൽ ആവാം. കാരണനായ ദൈവമേ, ഈ വിശുദ്ധകളായ ഹൃദയമുള്ളവനായ ദൈവമേ, ഇവളെയും നിന്നെ സമ്മതിച്ചു പറയുകയും നിന്റെ സ്ത്രീവായ വന്നിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായി നിന്റെ ശരീരക്തങ്ങളാൽ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഓരോരുത്തരെയും നിരീക്ഷിക്കരുത്. ദയാലുവായ ദൈവമേ, മാമോദിസ മുതൽ നീ നൽകിയതായ പ്രകാശവസ്ത്രവും മൂറോനാകുന്ന മുദ്രയും ഇവിടെ നിന്ന് കളയരുത്.
നിന്റെ രാജ്യത്തുള്ള അവസ്ഥയിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്നതായ ആ കഠിന ശബ്ദം ഇപ്പോൾ കേൾക്കുവാനിടയാകരുത്. നശിയായിൽപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് ഗ്രഹങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിക്കുകയും പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ദശമധാതു കുടിക്കുമോളെ. അമ്മച്ചി മോന്റെ അമ്മേ പണ്ട് പള്ളി പോയിരുന്ന ഈ വഴിയാ. ആണോ അമ്മച്ചി? അപ്പൊ മഴ വന്നാ എന്താ ചെയ്യാ? മഴ പെയ്താ കുഴ പിടിക്കും. ഞാൻ അപ്പാപ്പന്റെ മുന്നിൽ കയറട്ടെ. വീഴും, പഴുക്കുള്ളതാ, ഞാൻ കയറ്റാം. മോളെ പോ. വീഴും, ഞാൻ കയറ്റൂടാ. സൂക്ഷിച്ചു പോ. ദേ ഒന്ന് പിടിച്ചേ. എവിടെന്നാ പൂ? ആ ചെടിന്ന് പറിച്ചതാ. പൂ പറിക്കരുത്, അത് ചെടിയെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ? അയ്യേ, നഖം കടിക്കരുത്. ചീത്ത കുട്ടികളല്ലേ നഖം കടിക്കുന്നത്. പൂ പറിക്കുന്നതും നഖം കടിക്കുന്നതും ചീത്ത കുട്ടികളാണ് കേട്ടാ. എന്താ മോന്റെ പേര്? രഞ്ജി. സ്കൂളിൽ രഞ്ജി ജോൺസൺ. ആഹാ, മിടുക്കൻ. അമ്മച്ചി, അപ്പാപ്പൻ എന്റെ പേര് ചോദിച്ചു. ഇനി
ഇനി മോനപ്പുറത്തേന്ന് അപ്പാപ്പനോട് ചോറ് വിളമ്പിന്ന് പറ. എന്താ പറയേണ്ടത്? അപ്പാപ്പ ചോറ് വിളമ്പി ഉണ്ണാൻ വാന്ന്. അപ്പാപ്പ ചോറ് വിളമ്പി ഉണ്ണാൻ വാ. ചെല്. അപ്പാപ്പ ചോറ് വിളമ്പി ഉണ്ണാൻ വാ. വാ. മോൻ വാങ്ങിച്ചു. കഴിക്ക് കഴിക്ക്. കഴിക്ക്. നീ എനിക്കിട്ട് വേല വെക്കത്തടാ. അപ്പൊ നീ വെട്ടിച്ചോ. എപ്പോഴാ കൈവിട്ടാടാറാവാ? ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടാടാ. ആദ്യം പിടിച്ചൊന്ന് ആടി പരിചയപ്പെട്. അല്ലാതെ കൈവിട്ടാലേ ഡും എന്ന് താഴെ കിടക്കും. എങ്ങനെ കിടക്കും? താഴെ കിടക്കും. അത് തന്നെ. പോരാ പോരാ. എൽസമ്മേ, ഇതാ മോളെ കുറച്ച് തേനാ. ജോയിക്കുട്ടിന് അമ്മാനപ്പൻ മൂന്നാറിന്ന് കൊണ്ടുവന്നതാ. എന്താ അപ്പാപ്പനും കൊച്ചുമോനും കൂടി? കാണാൻ പാടില്ലേ? ഊഞ്ഞാലാടുക. ചേടാ മിടുക്കൻ. മോള് വാ. അമ്മച്ചി, അമ്മച്ചി ഇതേണ്ട, ഇതൊക്കെ എനിക്ക് അപ്പാപ്പ വാങ്ങിക്കുന്നതാ. അങ്ങോട്ടും ഇങ്ങോട്ടും തലയാ നിൽക്കരുതേ. ഞാൻ കാണിച്ച ഇങ്ങനെ എന്നേ അങ്ങനെ തലയനക്കല്ലേ. അവൻ ചിരിച്ചേ, നല്ലാള് ചിരിച്ചേ. എനിക്ക് കാണാൻ ചിരിച്ച. എന്നിട്ട് പട്ടി എല്ലും കഷ്ണം കൊണ്ടൊരു പാലത്തെ കൂടി ഇങ്ങനെ പോകായിരുന്നു. വെറുതെ ആ പാലത്തിന് താഴോട്ട് നോക്കി. അപ്പൊ എന്ത് കണ്ട്? താഴെ നോക്കിയപ്പോ എന്ത് കണ്ട് പട്ടി? വെള്ളം.
ആ അതിനകത്ത് പട്ടിയുടെ നേടല് ഉടനെ പട്ടി ബൗന്ന് കുരച്ച്. അയ്യോ ആ അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ എല്ലും കഷ്ണം താഴെ പോയി. താഴെ പോയി. അങ്ങനെ പട്ടി എല്ലും കഷ്ണവും പോയി, കഷ്ടപ്പെട്ടു പോയി. എന്താ മീൻ വരാത്ത? ആ അത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. നമ്മളിങ്ങോട്ട് വന്ന് ഇരുന്ന ഉടനെ ചൂണ്ടാലോട്ട് മീൻ വന്ന് കൊത്തു. കൊത്തുവോ? ആ കൊത്ത് ചൂണ്ടാൽ ഇങ്ങനെ കൊത്തുമ്പോഴാണ് മീനെ കിട്ടുന്നതേ. ആ അതല്ലേ കണ്ട കണ്ട അനങ്ങുന്ന കണ്ട. എവിടെ എവിടെ? നോക്കിയാ ഇപ്പൊ മീൻ കൊത്തുന്നുണ്ടെന്നൊരു സംശയം കേട്ടോ. അത് അനങ്ങുന്നുണ്ട്. അതാണ് ഇതാണ്ട. എടാ പാപ്പ. അതെ അവൻ കൊത്തിയെന്ന് തോന്നുന്നു കേട്ടോ. കൊത്തിയെന്ന് തോന്നുന്നു. നമുക്ക് ചുട്ടുന്നില്ല അല്ലേ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എലിക്കുട്ടി ഓടിക്കോ. അയ്യോ പാവം. എന്തിനാ പാപ്പ പട്ടി കുറച്ച? എടാ പൂച്ച എലിയിട്ട് ഓടിക്കല്ലേ, അത് കണ്ട് കുറച്ചാ. ഞങ്ങളുടെ പട്ടിയും അങ്ങനെ തന്നെ. ആഹാ മോനെ കിടക്കണ്ടേ? മോമൊന്ന് കിടക്ക്. നാളെ നമുക്ക് പോകേണ്ടതല്ലേ? അപ്പോ രഞ്ജിമോൻ നാളെ പോവുകയാണല്ലേ? ഇനി വന്നേ ചോദിക്കട്ടെ, എന്താ പാപ്പ? മോൻ പോയാ പാപ്പനെ ഓർക്കോ? അപ്പാപ്പ എന്റെ ഫ്രണ്ട് അല്ലേ? ആണോ? ആ ഇനി എപ്പോഴാ അപ്പാപ്പ മോനെ ഒന്ന് കാണുക? വലിയ അവധി കിട്ടുമ്പോ വരാം. ഒറ്റയ്ക്കോ? അല്ല അമ്മയ്ക്കും കൂട്ടിട്ട് വരാം. അമ്മച്ചിയെ മാത്രം കൊണ്ടുവന്നാ പോരാ, നീ വരുമ്പോ മോന്റെ ഡാഡിയും കൊണ്ടുവരണം. ഡാഡിയോട് മോൻ പറയണം അപ്പാപ്പൻ സോറി പറഞ്ഞെന്ന്. അറിയോ? ഡാഡി പോയി. എവിടെ? അമ്മച്ചി എപ്പോഴും ഡാഡിയുടെ ഫോട്ടോ നോക്കി കരയും. സ്വർഗത്തിൽ പോയിന്ന് അമ്മച്ചി പറയുന്ന. എൽസമ്മേ, എന്താ ഉണ്ടായ മോളെ? ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആക്സിഡന്റില് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഇത്രയും കാലം നീ എങ്ങനെ? സർവീസിലിരിക്കുമ്പോ സംഭവിച്ചതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഒരു ജോലി കിട്ടി. നോക്കി ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? അപ്പാപ്പാ രഞ്ജിമോൻ പോവാണോ? ഞങ്ങൾ പോവാ അപ്പച്ച.
മോള് പോണ്ട. നാഥനില്ലത് അങ്ങോട്ട് പോയിട്ട് എന്തിനാ? അപ്പച്ചനോട് ഒറ്റയ്ക്കല്ലേ, നമുക്കിവിടെ കഴിയാം. ഇല്ല, എനിക്ക് പോയേ മതിയാവൂ. പോകാതിരിക്കാൻ പറ്റില്ല. എന്റെയും ജോൺസന്റെയും ബന്ധത്തെ അംഗീകരിക്കാത്ത അപ്പച്ചന്റെ ഔദാര്യത്തിൽ ഞങ്ങളുടെ മോനെ വളർത്തില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. മരണക്കിടക്കെ വെച്ച് എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. എന്റെ അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. അമ്മക്കിടെ അപ്പാപ്പൻ. അപ്പാപ്പാ. മോന്റെ അമ്മച്ചി എവിടെ? ദേ അവിടെ. നിന്റെ മോനെ അപ്പച്ചന്റെ ഔദാര്യത്തിൽ വളർത്തില്ല എന്നല്ലേ മോള് ജോൺസണ് വാക്ക് കൊടുത്തത്. ആ വാക്ക് മോള് മാറ്റണ്ട. പക്ഷേ മോളുടെ ഔദാര്യത്തിൽ ഈ അപ്പച്ചന് കഴിയാമല്ലോ. അതിന് അപ്പച്ചന്റെ മോള് സമ്മതിക്കോ?